വിവോയുടെ വിവോ Y19s എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. ഇപ്പം ഫീച്ചേഴ്സ് ഒക്കെ അവർ ഒഫീഷ്യലായിട്ട് കൺഫേം ആയിട്ടുണ്ട്. ഇനി വിലയുടെ കാര്യം മാത്രമേ കൺഫേം ആവാനുള്ളൂ. ഇത് ബഡ്ജറ്റ് സെഗ്മെന്റിൽ വരുന്ന ഒരു സ്മാർട്ട് ഫോൺ ആയിരിക്കും. എന്തായാലും ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് വിവോ Y19s എന്നുള്ള സ്മാർട്ട് ഫോണിനെ പറ്റിയിട്ടാണ്. നമ്മൾ ആദ്യം ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഫോണിൽ 6.68 ഇഞ്ചിൻ്റെ HD+ ഡിസ്പ്ലേ ആണ് വരുന്നത്. ശ്രദ്ധിക്കേണ്ട കാര്യം ഫുൾ HD റെസൊല്യൂഷൻ വരുന്നില്ല, HD റെസൊല്യൂഷനേ ഇതിൽ വരുന്നുള്ളൂ. LCD പാനലാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. പഞ്ചോൾ ഡിസൈൻ വരുന്നുണ്ട്. പഞ്ചോൾ വരുന്ന ടോപ്പ് സെൻറ്റർ ഭാഗത്തായിട്ടാണ്. പിന്നെ 90 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് ആണ് ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നത്. പീക്ക് ബ്രൈറ്റ്നസ് 1000 നിറ്റ്സ് വരെയൊക്കെ വരുന്നുണ്ട്. ഇപ്പോൾ ഡിസ്പ്ലേ ഫീച്ചേഴ്സ് മൊത്തത്തിൽ നോക്കും ബേസിക് ഡിസ്പ്ലേ ഫീച്ചേഴ്സ് എന്നേ പറയാൻ പറ്റുള്ളൂ. പഞ്ചോൾ ഡിസൈൻ എക്സ്ട്രാ ആയിട്ട് വരുന്നുണ്ട്. പിന്നെ സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിന്റ് സെൻസറും കാര്യങ്ങളൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഫോണിൻ്റെ വെയിറ്റ് വരുന്നത് 198 ഗ്രാമാണ്. തിക്നെസ് വരുന്നത് 8.1 mm ആണ്. IP64 റേറ്റിംഗ് ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നല്ലൊരു കാര്യം തന്നെയാണ്, നല്ലൊരു IP റേറ്റിംഗ് ആണ്. MIL STD 810Hന്റെ സർട്ടിഫിക്കേഷനും ഈ ഫോണിന് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ നല്ല ബിൽഡ് ക്വാളിറ്റിയുമായിട്ട് വരുന്ന ഒരു സ്മാർട്ട് ഫോണാണ് ഇത് എന്നൊക്കെ പറയാവുന്നതാണ്. പ്രോസസ്സറിൻ്റെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ unisoc T612 എന്ന പ്രോസസ്സറാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. ഇത് വളരെ ബേസിക് ആയിട്ടുള്ള ഒരു പ്രോസസ്സറാണ്. 4G പ്രോസസ്സറാണ്. 5G സപ്പോർട്ടൊന്നും ഉണ്ടാവില്ല. വളരെ ബേസിക് ആയിട്ടുള്ള ഒരു പ്രോസസ്സറെ ഇതിൽ കൊടുത്തിട്ടുള്ളൂ. പിന്നെ ഇതിൽ 6GB റാം വരെയും 128GB ഇന്റേണൽ വരെയൊക്കെ വരുന്നുണ്ട്. LPDDR4Xന്റെ റാമും ബേസിക് ആയിട്ടുള്ള eMMC 5.1 സ്റ്റോറേജ് ടൈപ്പും കാര്യങ്ങളൊക്കെയാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. മെമ്മറി എക്സ്പാൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മെമ്മറി കാർഡ് സ്ലോട്ടും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട്. വെർച്വൽ റാം എന്നുള്ള ഫീച്ചറും ഇതിൽ കൊടുത്തിട്ടുണ്ട്. അതായത് എക്സ്ട്രാ റാം വേണ്ട സമയത്ത് ഇന്റേണൽ മെമ്മറിയിൽ നിന്ന് കുറച്ച് മെമ്മറി എടുത്തിട്ട് അത് റാം ആയിട്ട് യൂസ് ചെയ്യുന്നതായിരിക്കും. സ്റ്റീരിയോ സ്പീക്കേഴ്സ് ഇതിൽ വരുന്നുണ്ട്. നല്ലൊരു കാര്യം തന്നെയാണ്. 3.5 മോഡി ജാക്ക് ഈ ഫോണിൽ കൊടുത്തിട്ടുണ്ട്. Android 14 ബേസ് ആയിട്ടുള്ള ഫോൺ ടച്ച് സോഫ്റ്റ്വെയർ ആണ് ഈ ഫോണിൽ വരുന്നത്. ക്യാമറയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഫോണിൻ്റെ പിന്നിൽ ഡുവൽ ക്യാമറ സെറ്റപ്പാണ് കൊടുത്തിരിക്കുന്നത്. 50 മെഗാ പിക്സൽ മെയിൻ ക്യാമറ സെൻസർ ഇതിൽ വരുന്നുണ്ട്. പിന്നെ 0.08 മെഗാ പിക്സൽ ഒരു എ സെൻസറും രണ്ടാമത് കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ടിൽ 5 മെഗാ പിക്സൽ സെൽഫി ക്യാമറ ആണ് കൊടുത്തിരിക്കുന്നത്. ഓൺ പേപ്പർ ക്യാമറ സ്പെസിഫിക്കേഷനും ബേസിക് എന്നൊക്കെ പറയാവുന്നതാണ്. ബാറ്ററിയുടെ കാര്യത്തിൽ 5500 mAh ബാറ്ററി വരുന്നുണ്ട്. അപ്പം നല്ലൊരു ബാറ്ററി കപ്പാസിറ്റി ഒക്കെ കൊടുത്തിട്ടുണ്ട്. 15 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ടാണ് വരുന്നത്. Type C ചാർജിംഗ് പോർട്ടും ഇതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പം ഇതൊക്കെയാണ് ഫീച്ചേഴ്സിനെ പറ്റി പറയാനുള്ള കാര്യങ്ങൾ. അപ്പം ഈ ഫീച്ചേഴ്സൊക്കെ അവർ ഒഫീഷ്യലായിട്ട് കൺഫേം ചെയ്തിട്ടുണ്ട്. പക്ഷേ വില അവർ ഒഫീഷ്യലായിട്ട് കൺഫേം ചെയ്തിട്ടില്ല. അപ്പം അടുത്ത് തന്നെ ഈ സ്മാർട്ട് ഫോൺ ലോഞ്ച് ചെയ്യാൻ ചാൻസ് ഉണ്ട്. ഇന്ത്യൻ മാർക്കറ്റിലും ചിലപ്പം ഈ ഒരു സ്മാർട്ട് ഫോൺ ലോഞ്ച് ചെയ്യുന്നതായിരിക്കും. വിലയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഫീച്ചേഴ്സൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇന്ത്യൻ മാർക്കറ്റിൽ നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോൺ ഒരു 8000 to 10,000 രൂപ പ്രൈസ് റേഞ്ചിലൊക്കെ ആയിട്ട് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. ഇപ്പം വിവോയുടെ ഫോൺ ആയതുകൊണ്ട് തന്നെ വളരെ മികച്ചൊരു പ്രൈസിങ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല. അപ്പം ഒരു 10,000 രൂപ പ്രൈസ് റേഞ്ചിൽ വരെയൊക്കെ വില എത്തിയേക്കാം. കൺഫർമേഷൻസ് ഒന്നുമില്ല, ജസ്റ്റ് നമ്മുടെ എക്സ്പെക്ടേഷൻ പറഞ്ഞു എന്നേ ഉള്ളൂ. എന്തായാലും വിവോയുടെ Y19s എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ഇപ്പം അനൗൺസ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഫോണിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു സ്മാർട്ട് ഫോൺ ഇന്ത്യൻ മാർക്കറ്റിൽ നിങ്ങൾ ഏത് പ്രൈസിങ്ങിലാണ് എക്സ്പെക്ട് ചെയ്യുന്നത് എന്നുള്ള കാര്യം കൂടി ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.